പ്രണയമാണെന്നാണ് പറയുന്നത്. 15 വയസ്സുള്ള കുട്ടിയെ 16കാരൻ കൊല്ലുന്നു, ഒരു കൂസലുമില്ലാതെ നടക്കുന്നു. പ്രണയമാണ് എന്ന് വിളിച്ചു പറയുന്നു. ഇത് പ്രണയമല്ല. പ്രണയം എന്താണ്, കാമം എന്താണ്, ഭ്രാന്ത് എന്താണ്, ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ വലിയ തിരുത്തൽ ഈ സമൂഹത്തിൽ വേണം. മാത്രമല്ല, കുട്ടികളൊക്കെ മാനസികമായ പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നതിൻ്റെ പ്രതിഫലനമാണ് ഈ കാണുന്നതൊക്കെ. ഇത്രയും ക്രൂരമായിട്ടൊക്കെ കുട്ടികൾ മാറുന്നെങ്കിൽ അതൊക്കെ റിയാക്ഷൻസാണ്. അപ്പോൾ അവർക്ക് കിട്ടിയ എന്തൊക്കെയോ ആക്ഷൻസിൻ്റെ റിയാക്ഷൻസാണിത്. ജനറ്റിക്കലായിട്ട് തന്നെ പല പ്രശ്നങ്ങളുമുള്ള കുട്ടികളുണ്ട്, വളരെ മോശമായ പരിസ്ഥിതിയിലൂടെ വളർന്നു വരുന്ന കുട്ടികളുണ്ട്. അവരുടെയൊക്കെ മാനസിക സ്ഥിതിയൊക്കെ എന്താവുമെന്ന് നമുക്കറിയില്ല. കുട്ടികൾക്ക് കളിയില്ല, കലയില്ല, സംസ്കാരമില്ല, മൂല്യബോധമില്ല, ഇതൊന്നും അവർക്ക് നൽകാനുള്ള ഒരു പദ്ധതികളുമില്ല. പഠിത്തം 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 ഇത് മാത്രമാണ് എല്ലാവരും പറയുന്നത്. ഡോക്ടറാക്കണോ എൻജിനീയർ ആക്കണോ, മനുഷ്യനാക്കാനുള്ള യാതൊരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. ഇവിടെ മാതാപിതാക്കൾ, സ്കൂളും സമൂഹവും ഒക്കെ ഒന്ന് ഉണർന്നേ പറ്റൂ. സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ ഭീകരമായ ഒരു വാർത്ത കേട്ടാണ് കേരളം ഉണർന്നത്. 16 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് തന്നേക്കാൾ ഇളയ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ അതിദാരുണമായി കൊല ചെയ്തത്. പ്രണയമാണ് എന്നാണ് ഇതിനെയൊക്കെ വിളിക്കുന്നത്. അതാണ് അതിലേക്ക് ഏറ്റവും രസമെന്ന് പറയുന്നത്. ഒരു കൂസലുമില്ല. ആ കൊലപാതകത്തിന് ശേഷം ആ ചെറുപ്പക്കാരന് യാതൊരു കൂസലുമില്ല. എന്ത് തരം മാനസികാവസ്ഥയിലാണ് നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ വളർന്നു വരുന്നത്? ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്തെ മാത്രം പ്രശ്നമായിട്ടോ ഇതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാത്രം വരുന്നൊരു പ്രശ്നമായിട്ടോ പ്രിയപ്പെട്ട മാതാപിതാക്കളാരും ചിന്തിക്കരുത്. നമ്മുടെയൊക്കെ വീടുകളിൽ വളർന്നു വരുന്ന പല കുട്ടികളുടെയും മാനസികാവസ്ഥയൊക്കെ ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ പറഞ്ഞതുപോലെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എല്ലാവരുടെയും ഒരു ആനിമലിൻ്റേതാണ്. നമ്മൾ ജീവിത സാഹചര്യങ്ങളെ പരിപോഷിപ്പിച്ചാണ് ആ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് നല്ല മാനുഷികമായ ഒന്നാക്കി സംസ്കരിച്ചെടുക്കുന്നത്. അതൊരു റിഫൈനിങ് പ്രോസസ്സാണ്. അപ്പോൾ ആ വളർത്തുന്ന സാഹചര്യങ്ങളിൽ, വളർന്നു വരുന്ന സാഹചര്യങ്ങളിലാണ് ഒരു മൃഗത്തിൻ്റെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റുള്ള റോയായിട്ടുള്ളൊരു മനുഷ്യനിൽ നിന്ന് അവനെ നല്ല സംസ്കാരമുള്ള ഒരാളായിട്ട് റിഫൈൻ ചെയ്തെടുക്കുന്നത്. ആ പ്രോസസ്സാണ് കൾച്ചറിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് പലയിടത്തും നടക്കാത്തിടത്തോളം കാലം നമ്മുടെ എല്ലാം വീടുകളിൽ വളർന്നു വരുന്ന കുട്ടികളിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് ഏത് തരത്തിലാണ് നാളെ പൊട്ടി പുറത്തേക്ക് വരുന്നതെന്നൊന്നും നമുക്കറിയില്ല. ഭയാനകമായൊരവസ്ഥയാണ്. കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് കേരളത്തിൽ നമ്മുടെ സമൂഹത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അത് കുഞ്ഞുങ്ങളെ എത്രമാത്രം ഭീകരമായി അഫക്റ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ഓരോ പ്രതിഫലനങ്ങളാണ് നമ്മൾ ഇത്തരം വാർത്തകളിലൂടെയൊക്കെ കാണുന്നത്. വാർത്തയാകാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പലതും പുറത്തറിയിക്കുന്നില്ല. ഇതൊക്കെയാണ് വാസ്തവം. ഇത് പ്രണയം തന്നെയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കുട്ടികൾക്ക് ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് തന്നെ, സിനിമയുമായിട്ടൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിലെ കുട്ടികളെല്ലാം ഒരു പങ്കാളിയെ കണ്ടെത്താനും ഒക്കെ ശ്രമിക്കുന്നത് സ്കൂൾ തലത്തിൽ തന്നെ വളരെ വ്യാപകമായിട്ടത് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ഇതൊന്നും പലതും പ്രണയമല്ല. പ്രണയം എന്താണ്, കാമം എന്താണ്, ഭ്രാന്ത് എന്താണ്, ഇതൊക്കെ തിരിച്ചറിയാൻ നമ്മൾ കുട്ടികളെ വകതിരിവിലേക്കും തിരിച്ചറിവിലേക്കും ഒക്കെ നയിക്കേണ്ട ഒരു പ്രക്രിയ കൂടി ഇതിൻ്റെ കൂടെ വളർന്നു വരണം. അങ്ങനെ ഒരു പ്രക്രിയ ഇവിടെ വളർന്നു വരുന്നില്ല. കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലായി വ്യാപൃതമാകുമ്പോൾ അത് ആ തരത്തിൽ അവരെ കൂടുതൽ തിരിച്ചറിവോടെ അല്ലെങ്കിൽ വകതിരിവോടെ കാര്യങ്ങളെ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും ഒക്കെയുള്ള കഴിവൂടെ അവർക്ക് കൂടുതലായിട്ട് നൽകേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മളാകെ നോക്കുന്നത് പഠിത്തം, സിലബസ്, മാർക്ക്, ട്യൂഷൻ, കോച്ചിങ്, ഡോക്ടറാണോ എൻജിനീയറാണോ, ഇത്രയേ ഉള്ളൂ. ഇവിടം കൊണ്ട് കഴിഞ്ഞു നമ്മുടെ പരിപാടികളൊക്കെ. കുട്ടികളെ സംബന്ധിച്ച് അവർ സ്വന്തമായിട്ടും അവർക്ക് ഒന്നും ആർജിക്കാനുള്ള അവസരങ്ങളില്ല. കാരണം ഒരു ടെസ്റ്റ് ട്യൂബ് പോലുള്ളൊരു ചെറിയ ഇടത്താണ് കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നത്. ആകെ ഒരു സ്ക്രീനിലുള്ള പിന്നെ നെഗോഷിയേഷൻസാണ് അവരുടെ ജീവിതത്തിലാകെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തുള്ള യാതൊരു കാര്യങ്ങളെ പറ്റി ഒരു വിവരവും അവർക്കില്ല. കഴിഞ്ഞ ദിവസം ഒരു അമ്മ എന്നോട് ചോദിച്ചതുപോലെ, സാറേ അവൾ വായിക്കാത്ത പുസ്തകങ്ങളില്ല, കാണാത്ത പ്രോഗ്രാമുകളില്ല, ഇത്രയും പുസ്തകമൊക്കെ വായിക്കുന്ന കുട്ടിക്ക് അറിവില്ലേ? തീർച്ചയായിട്ടും അറിവുണ്ടാവും. തിരിച്ചറിവ് അതല്ല, നോളജ് അല്ല ജ്ഞാനം എന്ന് പറയുന്നത്.
നോളജിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് ഉയരണമെങ്കിൽ ആ കുട്ടിയിൽ ഉണ്ടാവേണ്ട ഒരു സംസ്കാരമുണ്ട്, ഒരു കുട്ടിയിലുണ്ടാവേണ്ട ഒരു മാനസിക ആരോഗ്യമുണ്ട്, കുട്ടിയിലുണ്ടാകേണ്ട വാല്യൂ സിസ്റ്റമുണ്ട്. കുറേ പുസ്തകം വായിച്ചുകൊണ്ട് മാത്രം ഇതെല്ലാം കൂടെ നമുക്ക് ലഭിക്കത്തില്ല. പുസ്തകം വായിക്കുന്ന എല്ലാവരും വലിയ ജ്ഞാനികളൊന്നും അല്ല. അത് കുറേ അറിവ് സമ്പാദിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ആ അറിവിനെ ആ അറിവിനെ പ്രതിഫലിപ്പിക്കുന്ന നല്ല ആരോഗ്യപരമായ സ്വഭാവവും ആരോഗ്യപരമായ ജീവിത രീതിയും ഒക്കെ സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ കുറേ വായിച്ചത് കൊണ്ടോ കുറേ അറിവ് നേടിയത് കൊണ്ടോ മാത്രം ലോകത്ത് നമുക്ക് നമ്മുടെ മാനസിക ആരോഗ്യം അതിന് തുല്യമല്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ പ്രണയം എന്താണെന്നൊക്കെ തിരിച്ചറിയാൻ കുട്ടികൾ കഴിയണം. ടോക്സിക്കായിട്ടുള്ള ഒരുപാട് ആൾക്കാരിന്ന് സമൂഹത്തിലുണ്ട്. ടോക്സിക്കാണ് പല റിലേഷൻഷിപ്പും. മാനസിക ആരോഗ്യത്തിലാണ് കൂടുതൽ നിക്ഷേപങ്ങൾ വരേണ്ടത്. എനിക്കൊന്ന് ഈ കഴിഞ്ഞ ദിവസം കോളേജിയറ്റ് എഡ്യൂക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകളിലൊക്കെ 100 കുട്ടികൾക്ക് ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ ആവശ്യമുണ്ട് എന്നാണ് പഠനങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ സ്കൂൾ തലത്തിലൊക്കെ 50 പേർക്കൊരു മാനസിക വിദഗ്ധൻ്റെ സാമീപ്യവും അല്ലെങ്കിൽ അവരുടെ സഹായമൊക്കെ ലഭിക്കേണ്ടതായിട്ട് വരും. കുട്ടികൾക്ക് അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പേരിന് ചില കൗൺസിലർ എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാരെയൊക്കെ എവിടെയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട്. അവരുടെ പണി തന്നെ വേറെയാണ്. അവരവിടെ വേറെ എന്തൊക്കെയോ മരാമത്ത് പണിയൊക്കെയാണ് അവർ ചെയ്യുന്നത്. പിന്നെ ലാഭിക്കാനായിട്ട് സർക്കാരൊക്കെ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ ബയോളജി ടീച്ചറിനെയും കെമിസ്ട്രി ടീച്ചറിനെയും ഹിസ്റ്ററി ടീച്ചറിനെയൊക്കെ പിടിച്ച് കൗൺസിലർമാരാക്കുക. അതൊക്കെ പലപ്പോഴും ഈ കൗൺസിലർ ആകാനായിട്ട് പോകുന്ന ഈ ടീച്ചർമാർ പലരും രോഗികളാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. മാത്രമല്ല ആ കുട്ടികൾ ആരെങ്കിലും ഇവരുടെ അടുത്ത് ചെന്ന് എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അത് നാട് മുഴുവൻ അവരാക്കുകയും ചെയ്യും. പിന്നെ ആരെങ്കിലും അങ്ങോട്ട് പോകും. ഞാനൊരു കോളേജിലെ കൗൺസിലിംഗ് സെൻറ്ററിൽ ഒരിക്കൽ കയറിയിട്ട് ചോദിച്ചു, അവിടെ ഒരു പുരോഹിതനാണ് ഇരിക്കുന്നത്. ഞാൻ പുള്ളിയോട് ചോദിച്ചു, ആരെങ്കിലും ഇവിടെ വരാറുണ്ടോ? അപ്പോൾ പുള്ളി പറഞ്ഞത് ദൈവാധീനത്തിന് ആരും ഇവിടെ വരാറില്ല എന്നുള്ളതാണ്. പുള്ളി അതിനാണ് അവിടെ ഇരിക്കുന്നത്, ആരും വരാതിരിക്കാനാണ്. കുട്ടികളോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഈ മനുഷ്യൻ്റെ അടുത്ത് പോകാനേ പറ്റില്ല, അങ്ങേരോട് വല്ലതും പറഞ്ഞാൽ അടുത്ത ദിവസം പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് ഈ കൗൺസിലറിൻ്റെയൊക്കെ വേഷം അണിഞ്ഞ് പലയിടത്തും ഇരിക്കുന്നത്. അതിൻ്റെ ഒരു സാങ്ക്ടിറ്റിയും അതിൻ്റെ ഒരു ഡിഗ്നിറ്റിയും അതിൻ്റെ ഒരു ഡിവിനിറ്റിയും ഒക്കെ തിരിച്ചറിയാത്ത മനുഷ്യരൊക്കെ ഈ പണിയൊക്കെ ചെയ്താൽ എവിടെയാണ് കുട്ടികൾക്ക് ഇതൊക്കെ അവസരങ്ങൾ കിട്ടുക? അധ്യാപകർ ശരിയായ രീതിയിൽ പരിശീലിക്കപ്പെടുന്നില്ല, മാതാപിതാക്കൾ ശരിയായ രീതിയിൽ പരിശീലിക്കപ്പെടുന്നില്ല. കുട്ടികളിലൊക്കെ ധാരാളമായ മാനസിക പ്രശ്നങ്ങളും മറ്റും ഉണ്ടാകുന്നു. മാനസിക പ്രശ്നങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന് നല്ല ഭക്ഷണം കുട്ടികൾ കഴിക്കുന്നില്ല എന്നുള്ളതാണ്. കുട്ടികൾ ഈ കഴിക്കുന്ന പല ഭക്ഷണവും ഒരുപാട് തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളുള്ള ഭക്ഷണങ്ങളാണ്. അതൊക്കെ അവരുടെ മാനസിക നിലയും വൈകാരിക നിലയും ഒക്കെ തകർക്കുന്നതാണ്. പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്. എല്ലാ കുട്ടികൾക്കും പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളും അതുപോലെ ഹോർമോണൽ പ്രോബ്ലംസും ഒക്കെ കൂടി വരികയാണ്. പക്ഷേ ഇതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ആരോഗ്യത്തിനെ പറ്റി, കുട്ടികളുടെ ശാരീരിക ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്. കുട്ടികളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു നല്ല നിലവാരത്തിലേക്കുള്ള വളർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഫിസിക്കൽ ഹെൽത്താണ്. ആ ഫിസിക്കൽ ഹെൽത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല ഭക്ഷണം എന്ന് പറയുന്നത്. ഞാൻ ഇതിനു മുമ്പുള്ള ഒരുപാട് വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്തിരിക്കുന്ന വീഡിയോ യൂത്തിനെ കുറിച്ചുള്ളതാണ്. യൂത്ത് ട്രൂത്ത് ആൻഡ് അവർ മിഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ അങ്ങനത്തേക്ക് ഒരു ടൈറ്റിൽ, ഒരു സാമൂഹ്യപരമായ പ്രതിഫലനത്തോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ ആക്കി തീർക്കണമെന്നൊക്കെയുള്ള ടൈറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അതൊന്നും ആരും കാണില്ല. കാരണം അത് നമുക്ക് പെട്ടെന്ന് വിജയികളാക്കാനും പെട്ടെന്ന് മാർക്ക് വാങ്ങിപ്പിക്കാനും പെട്ടെന്ന് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒരു ക്യാപ്സ്യൂളിൽ തീർക്കാനും പറ്റുന്ന വീഡിയോസും അതിൻ്റെ ടൈറ്റിലും ഒക്കെ ഇട്ടാൽ എല്ലാവരും ഇരുന്ന് കാണും. നമുക്കല്ലാതെ ഇതെല്ലാം മൊത്തമായിട്ട് കാണുമ്പോഴാണ് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുന്നത്. മൊത്തമായിട്ട് കാണുമ്പോഴാണ് നമ്മൾ തിരിച്ചറിവുള്ളവരാകുന്നത്. മൊത്തമായിട്ട് കാണുമ്പോഴാണ് നമുക്ക് ഇതിനെ പ്രതിരോധിക്കാനും അതിൽ നിന്ന് നല്ല ഔട്ട്കം സൃഷ്ടിക്കാനും ഒക്കെ കഴിയുള്ളൂ. അതൊന്നും കാണാൻ നമുക്ക് താല്പര്യമില്ല. നമുക്ക് അതേസമയം വല്ല വ്യഭിചാരത്തിൻ്റെയോ വല്ല ഒളിച്ചോട്ടത്തിൻ്റെയോ അവിഹിതത്തിൻ്റെയോ ഒക്കെ കഥ പറയാമെങ്കിൽ ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും. കണ്ടില്ലേ, ഒരു സ്ത്രീ ഒരു പുരുഷനെ ആത്മഹത്യക്ക് വിട്ടുകൊടുത്തു. പെട്ടെന്ന് പോപ്പുലറാകാൻ വേണ്ടി സ്വന്തമായിട്ട് തന്നെ വീഡിയോ എടുത്ത് ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കി. ഇത്തരത്തിലുള്ള വൈകല്യം നിറഞ്ഞ ഒരു സമൂഹമാണ് ഇന്ന് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ഒത്തിരി മാതാപിതാക്കളെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഇരുന്നൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല ഭക്ഷണം കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. സമയത്തുള്ള ഭക്ഷണം വളരെ പ്രധാനമാണ്. നല്ല ഭക്ഷണ സംസ്കാരം തന്നെ കുട്ടികൾക്ക് വളരെ ആവശ്യമാണ്.
കുട്ടികൾ കൂടിച്ചാടിയുള്ള കളികൾ വേണം. കളികൾ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. പല വീടുകളിലും അതിനുള്ള സൗകര്യങ്ങളില്ല, കൂടെ കളിക്കാൻ ആളില്ല. സ്കൂളിലാണെങ്കിലോ പി ടി പീരീഡ് എന്ന് പറയുന്ന ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് വെച്ചേക്കുന്നത്. കുട്ടികൾക്ക് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കായികമായ എക്സസൈസും ഒക്കെ ആവശ്യമാണ്. അത് സ്കൂൾ സമയം കഴിഞ്ഞെങ്കിലും അതിനുള്ള അവസരങ്ങൾ കൊടുക്കണം. പണ്ടൊക്കെ 1 മണിക്കൂർ ലഞ്ച് ടൈം ഉണ്ടായിരുന്നു. ആ ലഞ്ച് ടൈമിലൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഉല്ലാസവും ഓട്ടവും ചാട്ടവും. ഇപ്പോൾ അതൊന്നുമില്ല. അരമണിക്കൂർ കൊണ്ട് ഭക്ഷണം കഴിക്കുക, ഉടനെ തന്നെ ക്ലാസ്സിൽ കയറുക, ഉടനെ തന്നെ പഠിപ്പീരെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. രാവിലെ തന്നെ നേരത്തെ എങ്ങനെ ക്ലാസ് തുടങ്ങാം, വൈകുന്നേരം എങ്ങനെ ലേറ്റായിട്ട് ക്ലാസ് തീർക്കാം. പി ടി സാറിൻ്റെ ജോലി എന്ന് പറയുന്നത് മരാമത്ത് പണിയും, അല്ലെങ്കിൽ അവിടെ ഈ പിള്ളേരെ പിടിച്ചു നിർത്തുക, യൂണിഫോം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് പി ടി സാർ എന്നൊക്കെ പറയുന്ന ഒരു കൊട്ടേഷൻ ആളിൻ്റെ ജോലിയാണ് പലപ്പോഴും ക്ലാസ്സുകളിലൊക്കെ ചെയ്യുന്നത്. അവർക്ക് സ്കൂളുകളിൽ ശരിയായ രീതിയിൽ അവരുടെ പ്രവർത്തനം ചെയ്യാൻ പോലുള്ള അവസരങ്ങളില്ല. ഇതൊക്കെയാണ് ഒരു ദുരന്തം എന്ന് പറയുന്നത്. ഒരു കുട്ടിയും കളിക്കുന്നില്ല, ഓടുന്നില്ല, ചാടുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല സൗഹൃദങ്ങളില്ല. പലപ്പോഴും അതുകൊണ്ടാണ് ഈ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്കൂളിന് പുറത്തും അറിയാൻ വയ്യാത്ത സ്ഥലങ്ങളിലും വെർച്വലായിട്ടുള്ള സൗഹൃദങ്ങളും ഒക്കെയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇതൊക്കെ വലിയ അപകടങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അവരുടെ മാതാപിതാക്കൾ ആരാണ്, അവർ വരുന്ന സാഹചര്യങ്ങൾ എന്താണ്, അവരുടെ സാമൂഹിക ചുറ്റുപാട് എന്താണ്, സംസ്കാരം എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും കുട്ടികൾക്കറിയില്ല. ഒരു കുട്ടി എന്നോട് പറഞ്ഞത്, സാറേ ടെക്നോ പാർക്കിലാണ് ആ പയ്യൻ ജോലി ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ ടെക്നോ പാർക്കിൽ ടൈലിടുന്ന പയ്യനാണ്. ടൈലിടുന്ന മോശമായതുകൊണ്ടല്ലോ, പക്ഷേ കുട്ടി ധരിച്ചു വെച്ചിരിക്കുന്ന അത് എന്തോ എഞ്ചിനീയർ ആണെന്നുള്ള മട്ടിലാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് നമ്മുടെയൊക്കെ പിള്ളേർ. പല കുട്ടികൾക്കും അവരെ ഇടപെട്ടിരിക്കുന്ന, അവർ നിരന്തരമായി ഇടപെടുന്ന ലോകം തന്നെ എന്താണെന്ന് യാതൊരു പിടിയില്ല. മാനസിക ആരോഗ്യത്തെ പറ്റിയോ ഒന്നും അവർക്കറിയില്ല. അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് നല്ല ട്യൂഷൻ മാത്രം പോരാ, അവർക്ക് കളികൾ വേണം, നല്ല സൗഹൃദങ്ങൾ, ആരോഗ്യപരമായ സൗഹൃദങ്ങൾ, നല്ല ബന്ധങ്ങൾ. ചെറിയ പ്രായം മുതൽ തന്നെ കുടുംബത്തിൽ തന്നെയുള്ള കസിൻസും ഒക്കെ ആയിട്ട് ആരോഗ്യപരമായ ബന്ധങ്ങളൊക്കെ സൃഷ്ടിച്ചാണ് എങ്ങനെയാണ് ആൺകുട്ടികളെ പെൺകുട്ടികളെ എന്നൊക്കെയുള്ളൊരു അവബോധം കുട്ടികളിലുണ്ടാകുന്നത്. എവിടെ വരെയാണ് നമുക്ക് പോകാമെന്ന്, എവിടെ വരെ പോകരുത്, എവിടെ വരയ്ക്കണം, ഇതൊന്നും കുട്ടികൾക്ക് അറിയില്ല. ഇതിനൊക്കെ കുട്ടികളെ പ്രാപ്തമാക്കാൻ കഴിയുന്ന വലിയൊരു പ്രക്രിയയാണ് ഗൈഡൻസും കൗൺസിലിങ്ങും ഒക്കെ. ഇതൊന്നും കുട്ടികളുടെ ഇടയിൽ നടക്കുന്നില്ല. പരീക്ഷ അങ്ങോട്ടാകുന്നുണ്ടേ സാറേ പരീക്ഷ പേടി മാറ്റാനെന്നും പറഞ്ഞ് കുറേ ക്ലാസ്സുകൾ വയ്ക്കുക. അതൊക്കെ ഒരു ചന്തയുടെ ക്ലാസ്സുകളെന്നേ ഞാൻ പറയുള്ളൂ. അതൊന്നും അല്ല നമുക്ക് വേണ്ടത്. കുട്ടികളെ ജീവിതം പഠിപ്പിക്കുന്ന, കുട്ടികളെ കാഴ്ചപ്പാട് കൊടുക്കുന്ന, കുട്ടികൾക്ക് നല്ല ആശയങ്ങൾ കൊടുക്കുന്ന, അവരുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ചിന്തകളെയും ആകുലതകളെയും ആകാംക്ഷകളെയും ഒക്കെ പരിപോഷിപ്പിക്കുന്നതോ ഇല്ലാതാക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമുക്ക് ആവശ്യം. അതൊന്നും ഉണ്ടാവുന്നില്ല. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും. നിരന്തരമായ പ്രവർത്തനങ്ങൾ തന്നെ വേണം കുട്ടികളുടെ ഇടയിൽ. ഒന്നും ഉണ്ടാവുന്നില്ല. എന്നിട്ട് കുട്ടികളെല്ലാം കുറേ തൊട്ടാവാടികളാക്കി മാറ്റുകയാണ്. കഴിഞ്ഞ ദിവസം യുവജനോത്സവവുമായി ബന്ധപ്പെട്ട ചില വാർത്തകളിലൊക്കെ കണ്ടത് തോറ്റ കുട്ടികളെ ചേർത്ത് പിടിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ശരിയായ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ജയിക്കാനും അറിയാം, പിള്ളേർക്ക് തോക്കാനും അറിയാം, വീഴാനും അറിയാം, വീണ് കഴിഞ്ഞാൽ എഴുന്നേക്കാനും അറിയാം. അതാണ് ശരിയായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇത് കുട്ടികളെല്ലാവരും കിഴങ്ങന്മാരാണെന്നുള്ള ഒരു മുൻധാരണ അങ്ങ് സൃഷ്ടിക്കുകയാണ് ഇതിലൂടെയൊക്കെ. ഞാനൊരു സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ പറയുന്ന കേട്ടു, കുട്ടികളെ ജയിച്ചവരെയും A+ കിട്ടിയവരെയും കിട്ടാത്തവരെയും റോഡിൽ കൂടെ പോയവരെയും എല്ലാം വിളിച്ച് നമുക്ക് അനുമോദിക്കണം. അതിൻ്റെ ആവശ്യം എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാൻഡേർഡിനപ്പുറത്തേക്ക് പോകുന്നവരെ അനുമോദിക്കണം, അതിൻ്റെ താഴെ പോകുന്നവരെ അനുമോദിക്കേണ്ട ആവശ്യമില്ല. അവർ ആ ഒരു ദുഃഖവും വേദനയും പ്രയാസവും ഒക്കെ സഹിച്ച് അതിൽ നിന്ന് പഠിച്ച് അവർ പിന്നീടുള്ള ജീവിതത്തിൽ അവർ വിജയിക്കും. അങ്ങനെയൊക്കെയാണ്. ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ ഒരിക്കലും വിജയിച്ചിട്ടുള്ള ആൾക്കാരല്ല. പക്ഷെ ആ വിജയിക്കാഞ്ഞതുകൊണ്ട് എങ്ങനെ തോക്കാവുന്നു, ആ തോറ്റു കഴിഞ്ഞാൽ അത് എങ്ങനെ അനലൈസ് ചെയ്യണം, അതിൽ നിന്ന് എന്ത് പഠിക്കണം, എങ്ങനെ തിരിച്ച് വിജയത്തിലേക്ക് വരണം, ഇതെല്ലാം പഠിച്ചത് അങ്ങനെയാണ്. അല്ല എല്ലാവരെയും കൂടെ ചേർത്ത് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ തന്നെ ഒരു വൈകല്യമാണ്. തോക്കാൻ പഠിക്കട്ടെ കുട്ടികൾ. തോക്കാൻ പഠിപ്പിച്ചില്ലെങ്കിൽ തന്നെ ആ വിദ്യാഭ്യാസം ഒരു പൊട്ട വിദ്യാഭ്യാസമാണെന്ന് ഞാൻ പറയും. അവിടെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്. അതുപോലെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും പ്രധാനമായ ആവശ്യമാണ് ഒരു സാമൂഹികപരമായ പ്രതിഫലനങ്ങൾ. അയൽപക്കവുമായിട്ടും ചുറ്റുപാടുമായിട്ടും സമൂഹവുമായിട്ടും ഒക്കെ ഇടപെടാൻ പഠിക്കണം. അങ്ങനെയാണ് കുട്ടികൾ അവരുടെ ജീവിതത്തിൽ ആരെയൊക്കെ തിരഞ്ഞെടുക്കണം, ആരെ കൂടെ കൂട്ടണം, ആരെ കൂട്ടണ്ട. ഇത് ആരെയും കാണാതെ വളരുന്ന കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അങ്ങ് ചാടിപ്പോവാണ്. അവർ വിളിക്കുന്നിടത്തെല്ലാം പോകുന്നു. രാത്രികാലങ്ങളിൽ പോലും ഇറങ്ങിപ്പോയി കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, എത്ര ഭീകരമാണ്. ഒരു മൊബൈൽ ഫോണും എടുത്ത് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഈ മൊബൈൽ ഫോൺ തന്നെ ആർക്കൊക്കെ കൊടുക്കണം, അതെങ്ങനെ ഉപയോഗിക്കണം,
എവിടെയൊക്കെ അതിന് റെസ്ട്രിക്ഷൻസ് വേണം. ഇതിലൊക്കെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കുട്ടികൾക്കും ഒക്കെ വളരെയധികം നിരന്തരമായ അവബോധം സൃഷ്ടിക്കുന്ന പ്രക്രിയകളുണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും ഉണ്ടാകുന്നില്ല. കമ്പോളമാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. കാരണം കമ്പോളത്തിൽ കുറേ സാധനങ്ങൾ വിൽക്കണമെങ്കിൽ ഒരു വഴിവിട്ട ഒരു സമൂഹം ആവണം. കുട്ടികളെല്ലാം കച്ചടകളായി മാറിയാൽ മാത്രമേ കച്ചവടങ്ങൾ നടക്കുകയുള്ളൂ. അതിൻ്റെ ഇരകളാക്കി മാറ്റുകയാണ്. ഈ കച്ചവട താല്പര്യമുള്ള ചീങ്കണ്ണികളെയും മറ്റും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി നന്മയുടെ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസവും മതവും മാതാപിതാക്കളും കുടുംബവും ഒക്കെ സൃഷ്ടിച്ചില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇതിൻ്റെ ഇരകളായി മാറുമെന്നുള്ളതിന് ഒരു സംശയമില്ല. മാനസികാരോഗ്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്തേ പറ്റുള്ളൂ. കുട്ടികളുടെ മാനസികാരോഗ്യം കുറയുന്നതിനനുസരിച്ചാണ് പലപ്പോഴും പല ട്രാപ്പുകളിലും കുട്ടികൾ പോയി വീഴുന്നത്. സന്തോഷമില്ലാത്ത കുട്ടികളാണ് വഴിതെറ്റിപ്പോകുന്നത്. വീട്ടിൽ പ്രശ്നങ്ങളും അംഗീകരിക്കപ്പെടാത്തതും സ്നേഹം കിട്ടാത്തതുമായ കുട്ടികളാണ് ഇതൊക്കെ അന്വേഷിച്ച് പുറത്തു പോകുന്നത്. നേരെ മറിച്ച് നല്ല സന്തോഷവും മനസ്സിലാക്കപ്പെടുന്ന കുട്ടികളാണ്, സന്തോഷമുള്ള കുട്ടികളാണ്, നല്ല മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും ഒക്കെയുള്ള കുട്ടികളാണ്. അവരുടെ ചിന്തകൾ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അവരുടെ വൈകാരിക തലത്തിൽ അവർ കുറച്ചുകൂടെ ഇമോഷണലി ഇൻ്റലിജൻ്റായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ അബദ്ധങ്ങൾ വരാനുള്ള സാധ്യതകൾ അവർക്ക് വലിയ കുറവായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് നിരന്തരമായ നല്ല പേരൻറ്റിങ് ഒക്കെ കൊടുക്കുക, നല്ല ക്വാളിറ്റി ടൈം പേരൻസ് ചിലവഴിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കുറച്ചുകൂടെ അവബോധമുള്ള കുഞ്ഞുങ്ങളാണ്. കുറച്ചുകൂടെ അവരുടെ പ്രതിരോധ ശക്തി കൂടും. ഇപ്പോൾ ചെന്ന് കുഴപ്പത്തിൽ വീഴാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പ്രണയമൊന്നും തെറ്റല്ല. ഈ പ്രായത്തിൽ പ്രണയമൊക്കെ ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ എവിടെ വരെയാണ് എനിക്ക് പോകാമെന്ന്, എന്ത് കഴിഞ്ഞാലും ഞാൻ പൊക്കൂടാ, എവിടെയാണ് ഞാൻ സൂക്ഷിക്കേണ്ടത്? ഇനി ഒരു പ്രണയം ടോക്സിക്കാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലെങ്കിലും ഈ പറയുന്ന കേസിൽ ആ കുട്ടി അത് ഉപദ്രവമാണെന്ന് മനസ്സിലാക്കി അതിനെതിരെ പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും വീണ്ടും അവൻ്റെ കൂടെ ഇറങ്ങി ഒരു യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ അവിടെയൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആണെന്ന് അറിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ പിൻവാങ്ങാം, എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാം, ഇതൊക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കണം. പിന്നെ വളരെയധികം വൈകല്യമുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് സമൂഹത്തിലുണ്ട്. അതൊക്കെ നേരത്തെ തന്നെ തിരിച്ചറിയാനുള്ള കരുത്ത് നമ്മുടെ കുട്ടികൾക്കുണ്ടാവണം. ഇതൊക്കെ ആദ്യം തന്നെ ഇതിൻ്റെ സൂചനകളൊക്കെ കിട്ടും. ആ സൂചനകൾ കാണുമ്പോൾ തന്നെ എറിഞ്ഞിട്ട് പോകാൻ കഴിയണം. പലപ്പോഴും അത് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ കുട്ടികൾക്ക് നോ പറയാനുള്ള കഴിവില്ലാത്തതുകൊണ്ട്. അവർക്കൊരു അസേർട്ടീവ്നെസ് ഇല്ല, സെൽഫ് റെസ്പെക്റ്റ് ഇല്ല, ഡിഗ്നിറ്റി ഇല്ല, വാല്യൂ ഇല്ല. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ മാതാപിതാക്കൾ അതൊക്കെ അവർക്ക് ലഭിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം. വിദ്യാഭ്യാസം, സെൽഫ് റെസ്പെക്റ്റ് എങ്കിലും സൃഷ്ടിക്കാനുള്ള ഒരു ഇടം വിദ്യാഭ്യാസത്തിലുണ്ടാവണം. അവനവൻ്റെ ആത്മാഭിമാനമെങ്കിലും കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത കുറേ കച്ചകടകളായി നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റുന്നെങ്കിൽ അതിനെ വിദ്യാഭ്യാസം എന്നെങ്ങനെ വിളിക്കാൻ പറ്റുന്നത്? ഇപ്പം എല്ലാം കൂടെ A+ൻ്റെ പുറകിന് ഓടിയിരിക്കുകയാണ്. A+ ഒക്കെ കിട്ടിയിട്ട് എന്ത് കാര്യമാണ്? ഇതുപോലെ തല്ലിക്കൊല്ലാനും ചത്തുപോകാനും തൂങ്ങിച്ചാവാനും ഒക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിധിയെങ്കിൽ ഈ A+ കൊണ്ട് എന്ത് ഗുണമാണ് നമുക്കുള്ളത്? അതുപോലെ തന്നെ വളരെ പ്രധാനമായൊരു കാര്യമാണ്, കുട്ടികൾക്ക് ഇന്ന് തിരുത്തലുകൾ ഇഷ്ടമല്ല, ആരും അവരോടൊന്നും പറഞ്ഞു കൊടുക്കുന്ന ഇഷ്ടമല്ല, ഒരു ഗൈഡൻസ് ഇഷ്ടമല്ല, ഒരു കൗൺസിലിംഗ് ഇഷ്ടമല്ല. അതൊക്കെ തന്നെ ഒരു വൈകല്യമാണ്. അത്തരം കുട്ടികളുടെ മാതാപിതാക്കളിൽ നോക്കുമ്പോഴും അവർക്കും ഇതേ പ്രശ്നങ്ങൾ തന്നെയുണ്ട്. ചില തിരുത്തലുകളൊക്കെ നമുക്ക് ആവശ്യമാണ്. അധ്യാപകരൊക്കെ ഒന്ന് തിരുത്താൻ ശ്രമിക്കുമ്പോൾ അധ്യാപകരുടെ മേക്കിട്ട് കയറുക, കുട്ടികൾ പറയുന്നതെല്ലാം അംഗീകരിച്ചു കൊടുക്കുക, ഇതൊക്കെ വൈകല്യം പിടിച്ച പരിപാടികളാണ്. അത്തരം കുട്ടികളാണ് പിന്നീട് തെറ്റിപ്പോകുന്നത്. അധ്യാപകർക്കൊക്കെ അവരുടേതായ ഒരു റെസ്പെക്റ്റ് കൊടുക്കുക. എല്ലാവരും മോശപ്പെട്ട അധ്യാപകരൊന്നുമല്ല. എവിടെയും ഉണ്ട് മോശപ്പെട്ട ആൾക്കാർ, എല്ലാ രംഗത്തും കാണും. പക്ഷേ ബഹുഭൂരിപക്ഷം അധ്യാപകരും അവരെ കുട്ടികളെയൊക്കെ ഒന്ന് ക്രമീകരിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് നല്ലതാണെന്ന് തോന്നിയാൽ വകതിരിവോടുകൂടി ആ കാര്യത്തിലൊക്കെ സഹകരിക്കാൻ മാതാപിതാക്കളും കുട്ടികളും. മാതാപിതാക്കൾ റെസ്പെക്റ്റ് ചെയ്യാത്ത അധ്യാപകർ ഒന്നും കുട്ടികൾ റെസ്പെക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ സർവ്വസ്വാതന്ത്ര്യം എന്ന് പറയുന്നതൊന്നും ജീവിതത്തിൽ പ്രായോഗികമായൊരു കാര്യമേ അല്ല. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ റെസ്ട്രിക്റ്റഡ് ആവേണ്ടതായിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ നമ്മൾ പോകേണ്ടതുണ്ട്, ചിലത് പോകരുതാത്ത സ്ഥലങ്ങളുണ്ട്. ചില സമയം അപകടകരമാണ്, ചില സമയത്ത് അത്ര അപകടങ്ങളില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില ക്രമീകരണങ്ങളും ചില തിരുത്തലുകളും ചില നിയന്ത്രണങ്ങളും റൂൾസും റെഗുലേഷൻസും ഒക്കെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ചേർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്.
അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാം, ഞാൻ എല്ലാത്തിൻ്റെ അപ്പുറത്താണ്, ഗൂഗിൾ എല്ലാം പറഞ്ഞു തരും, അല്ലെങ്കിൽ പിന്നെ എല്ലാ വഴികാട്ടുന്നതും ഗൂഗിളല്ല, നല്ല ഗുരുക്കന്മാരെല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവട്ടെ. ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഈ പോക്കൊരു അപകടത്തിലേക്കുള്ള പോക്കാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് തിരുത്താൻ ശ്രമിക്കുന്നവരെ ഓൾഡ് സ്കൂളെന്നും തന്ത വൈബെന്നും ഒക്കെ വിളിക്കുന്നത് തന്നെ ഒരു വൈകല്യമാണ്. അത് തന്നെ ഒരു മാനസിക രോഗത്തിൻ്റെയും കൂടെ പ്രശ്നമാണ്. ഇത് ഈ അറിവില്ലാത്തവരൊന്നും അല്ല ഈ ക്രമീകരണങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നത്. അവരതിൻ്റെ എല്ലാ തലവും കാണുന്നവരാണ്. ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അമേരിക്കൻ സൊസൈറ്റിയെക്കുറിച്ച്, അമേരിക്കയിലുള്ള ഒരു ജേർണലിസ്റ്റായ എൻ്റെ ഒരു കസിനുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ഇവിടെ മാത്രമുള്ള പ്രശ്നങ്ങളല്ല, ലോകത്തെല്ലായിടത്തും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അഡ്വാൻസ്ഡ് കൺട്രീസിലുള്ള വ്യത്യാസം എന്തുകൊണ്ടാണ് അത്തരം രാജ്യങ്ങളെ അഡ്വാൻസ്ഡ് എന്ന് വിളിക്കുന്നത്? അവിടെയുള്ള സോഷ്യൽ കലാമിറ്റീസിനെ അവർ പ്രതിരോധിക്കാൻ അവർക്ക് ശക്തമായ മാർഗങ്ങളുണ്ട്. അവിടെ വിക്ടിംസ് ഇല്ല, ഇവിടെ വിക്ടിംസാണ്, ബഹുഭൂരിപക്ഷവും വിക്ടിംസാണ്. എല്ലാ അവസാനം ഇരകളായി മാറുകയാണ്. ഇരയാണെന്ന് പറഞ്ഞ് വിളിച്ച് കൂവിക്കൊണ്ട് നടക്കുകയാണ്. അത് തന്നെ ഒരു നാണക്കേടല്ലേ? ഇരയാവുന്നതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ വിക്ടിംസ് ഉണ്ടാവാതിരിക്കാൻ, അത് കുറച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് പ്രതിരോധ സംവിധാനങ്ങൾ ഉയർന്നു വരണം. അതെല്ലാ സമൂഹത്തിലും ഉണ്ടാവണം. അതിനെയാണ് അഡ്വാൻസ്ഡ് കൺട്രി എന്ന് വിളിക്കുന്നത്. അതെങ്ങനെയാണ് ആ രാജ്യങ്ങളൊക്കെ അതിനെയൊക്കെ പ്രതിരോധിച്ചത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ അവളുമായി ഡിസ്കസ് ചെയ്തത്. എനിക്കതൊക്കെ ആ അറിവിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. എല്ലാ രാജ്യത്തും നിയമങ്ങളൊക്കെ വളരെ ശക്തമാണ്. ചില ക്രമീകരണങ്ങളുണ്ട്, ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. 100% പിന്നെ ഓപ്പണായിട്ട് ഒരു സംവിധാനവും നന്നായിട്ട് പോവില്ല. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന പോലെ ഒരുപാട് കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്. ഇവിടെയും നമുക്ക് അത്തരം കൺട്രോൾ സിസ്റ്റംസ് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഫോണിൻ്റെ ഉപയോഗത്തിലൊക്കെ ഇനി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഒക്കെ ആലോചിക്കണം. ഇപ്പോൾ സ്കൂളിലൊക്കെ കുട്ടികൾ ഫോണുമായിട്ട് ചെല്ലുകയും പിന്നെ സമയങ്ങളിലൊക്കെ ആരും അറിയാതെ റീല് എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പിന്നീട് വലിയ ക്രിമിനൽ കേസുകളിലൊക്കെ ചെന്ന് പെടാനുള്ള സാധ്യതകളാണ്. ഇതിനകത്തൊക്കെ ഇടപെടുന്ന അധ്യാപകരെയൊക്കെ പലതരത്തിൽ പിന്നെ പോസ്കോ കേസിലൊക്കെ പെടുത്തി അവരെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, അതിനൊക്കെ കച്ചവടക്കാർ, കാരണം ഫോണിൻ്റെയൊക്കെ കച്ചവടം നടക്കണമെങ്കിൽ ഇത്തരം കൺട്രോൾസ് ഒന്നും വരാൻ പാടില്ല. ട്യൂട്ടോറിയൽ കോളേജുകൾ പോലും ഉണ്ട് കുട്ടികൾക്ക് അനിയന്ത്രിതമായി. ഞാൻ ഒരു കുട്ടി എന്നോട് പറഞ്ഞത് 2 ക്ലാസ്സിൽ ലൈറ്റേ ഇല്ല. എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ കുട്ടികൾക്ക് എല്ലാ പരിപാടിയും നടത്താനുള്ള അവസരങ്ങൾ കൊടുത്തേക്കാണ്. ഇങ്ങനെയൊക്കെ തലമുറകളെ നശിപ്പിക്കുന്ന ഒരുപാട് ചീങ്കണ്ണികൾ ഈ സമൂഹത്തിലുണ്ട്. എല്ലാവരും അല്ല, നന്മയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ തിന്മയുള്ളത് ഈ സമൂഹത്തിലുണ്ട്. അത് റെസ്ട്രിക്റ്റ് ചെയ്തില്ലെങ്കിൽ, അതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഭാവി വളരെ അപകടകരമാണ്. മാതാപിതാക്കളോടൊരു വലിയ അപേക്ഷ എനിക്കുണ്ട്. കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യമാണ് മാർക്കിനേക്കാളും പ്രധാനം. കുഞ്ഞുങ്ങളെ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അവർ നല്ല മാനസികാരോഗ്യമുള്ള, വൈകാരിക ആരോഗ്യമുള്ള, തിരിച്ചറിവുള്ള, വകതിരിവുള്ള, ശരിയും തെറ്റും മനസ്സിലാക്കാൻ കരുത്തുള്ള, അപകടങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയുന്ന കുട്ടികളായിട്ടൊക്കെ വളർത്തി കൊണ്ടുവന്നില്ലെങ്കിൽ അവർ വലിയ അപകടങ്ങളിലൊക്കെ ചെന്നപ്പെടും എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിന് നമുക്കൊരു റിവേഴ്സൽ ആവശ്യമാണ്. അതിശക്തമായൊരു മാറ്റം ആവശ്യമാണ്. അത് വിദ്യാഭ്യാസത്തിലുണ്ടാവണം, കുടുംബജീവിതത്തിലുണ്ടാവണം, പൊതുവിടങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടിയും സുരക്ഷിതമാക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷം നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഈ വീഡിയോസൊക്കെ ഒന്ന് കാണാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക.